കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പാട്യം ചെറുവാഞ്ചേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട എംഎൽഎയോട് ഞാൻ പറയുകയായിരുന്നു, എത്ര മനോഹരമായി നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും മികച്ചതാക്കി തീർക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ലാബ് നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ ലാബിൽ സാമ്പിൾ എടുത്താൽ ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത് ഇവിടെ പരിശോധിക്കാം. 86-ലധികം പരിശോധനകൾ നടത്താം. 131ഓളം പരിശോധനകൾ പൊതുവിൽ നടത്തുന്നതിന് വേണ്ടി ഈ സാമ്പിൾ ഇവിടെ കഴിയില്ലെങ്കിൽ ഹയർ ലാബിലേക്ക് അയച്ച് അതിന്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ആ ഫോണിലേക്ക് റിസൾട്ട് വരും. രണ്ടാണ് ഗുണം. ഒന്ന്, പല ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒന്ന്, നമുക്ക് സാമ്പത്തികമായ വലിയ പ്രശ്നം ഉണ്ടാകാതെ ഒന്നുകിൽ സൗജന്യമായിട്ടുള്ളത് സൗജന്യമായി ആ സ്കീമുകളിലൊക്കെ ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ. രണ്ട്, നമ്മളുടെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കും. പാട്യം ചെറുവാഞ്ചേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പരിശോധനാ മുറികൾ, രോഗി നിരീക്ഷണ മുറി, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ മുതലായവ സജ്ജമാക്കി വരികയാണ്. ഈ കെട്ടിടം സജ്ജമാക്കുന്നതിന് വേണ്ടി NHM ROP ഫണ്ടിൽ നിന്നും 2.96 കോടി രൂപയും ആർദ്രം മിഷൻ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് വഴി 37.5 ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത്. വാപ്കോസ്, HLL എന്നിവരാണ് നിർവഹണ ഏജൻസികൾ. KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന എന്നിവർ വിശിഷ്ടാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ UP ശോഭ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷെറീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ P ശാന്ത, DMO ഡോക്ടർ പീയൂഷ് M, പാട്യം സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവ് TS, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.